നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി വന്നത് നമ്മൾ ഇന്ന് 2 ദിവസമായിട്ട് വന്നൊരു ന്യൂസിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ ഫുട്ബോളിലും നമ്മുടെ യങ് പ്ലേയേഴ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. നമ്മളെ 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആ ഒരു പ്രായത്തിൽ പല രാജ്യങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. അവിടുത്തെ ഫെസിലിറ്റീസ് നമ്മളെ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ ഏജൻറ്റുമാർ ഈ പ്ലെയേഴ്സിനെ കയ്യിൽ നിന്ന് സ്പെയിനിൽ സെലക്ഷൻ ഉണ്ട്, മറ്റേ ഫ്രാൻസിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ അവിടുത്തെ ക്ലബ്ബുകൾക്ക് പ്ലേയേഴ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട് ട്രയൽസ് വെച്ചിട്ട് അതിന്ന് ഇതിന്ന് 2-3 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യും, അവരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏജൻറ്റുമാർ ഇപ്പോൾ ഒരുപാട് കുട്ടികളെ അവരൊരു വല വിരിച്ച് അതിൽ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതിൽ പെട്ടു. ഇപ്പോൾ അടുത്ത് പയ്യനാട് വെച്ച് നടന്ന ട്രയൽസിൽ എത്ര കുട്ടികളെ ട്രയൽ നടത്തി, അതിലെല്ലാ കുട്ടികൾക്കും സെലക്ഷൻ കിട്ടി. അത് എല്ലാ കുട്ടികളും സെലക്ഷൻ കിട്ടുന്നത് സ്പെയിനിലാണ്. അവർക്ക് 2 മാസത്തെ ക്യാമ്പ്. ഈ 2 മാസത്തെ ക്യാമ്പ് കൊണ്ട് ഒന്നും ആവാൻ പോണില്ല കുട്ടികൾ. അതിൻ്റെ പുറമെ പിന്നെ ഈ സ്പെയിനിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മളെക്കാൾ ഇന്ത്യനേക്കാൾ നല്ല കോച്ചുമാരുണ്ടായിരിക്കാം, പക്ഷേ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ 2 മാസം കൊണ്ട് ഒരു കുട്ടിക്കും ഒരിക്കലും അവൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവനൊരിക്കലും പ്രൊഫഷണലായിട്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ന്യൂസ് വ്യാപകമായിട്ട് പ്രചരിച്ചത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സംസാരിക്കാനായിട്ട് ഞാൻ വന്നത്. കാരണം ഇതുപോലെ ഒരുപാട് നമ്മളെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ ഒരുപാട് ക്യാമ്പിനുള്ള കുട്ടികളുണ്ട്. അവരൊന്നും ഇങ്ങനത്തെ ഏജൻറ്റുമാരിൽ നിന്നോ ഇതൊന്നും പെടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ ആരെയും ആവശ്യമില്ല. നിങ്ങൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിപ്പോവും. കാരണം നിങ്ങളെ കളിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ നല്ല ട്രയൽസിന് അറ്റംപ്റ്റ് ചെയ്യുക. എപ്പോഴൊന്നും ഒരാളെ പുറത്താക്കില്ല. നന്നായി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് വരും. അങ്ങനെ നമുക്ക് നന്നായി ISL കളിക്കാം, ലീഗ് കളിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് നമ്മുടെ കളി നന്നായി കളിക്കാൻ നമുക്ക് ഏത് രാജ്യത്തും കയറിപ്പോവാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഏജൻറ്റുമാർ 3.5 ലക്ഷം, 4 ലക്ഷം, 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെയിനിൽ കൊണ്ടുപോകുക, അവിടുത്തെ ക്ലബ്ബിൽ 2 മാസം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ സാമ്പത്തികമുള്ള കുട്ടികളെ അവർ കൺവിൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളെ അപ്പോൾ അവർ പോകുന്നത് കണ്ടപ്പോൾ നമ്മളെ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളെയും ഇവർ കൺവിൻസ് ചെയ്യൽ തുടങ്ങി. പക്ഷേ അപ്പോൾ നമ്മൾ ആധാരം പണയം വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷിതാക്കൾ ഇങ്ങനെ വിടുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കുട്ടികൾ വഞ്ചിതരാകാതിരിക്കുക. ഈ സ്പെയിനിൽക്കും ഫ്രാൻസിൽക്കും 2 മാസം 1 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻറ്റുമാർ വരുമ്പോൾ അതിനെ തള്ളിക്കളയുക. നമ്മളിവിടെ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കരിയർ നന്നായി ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോകാൻ പറ്റും. അതിലൊന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് സമയം വരുമ്പോൾ നമ്മൾ ചാൻസ് വരും. അല്ലാതെ ഫ്രാൻസിലും സ്പെയിനിലൊന്നും പോയി നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പോയിട്ടോ അവിടെ 2 മാസം ക്യാമ്പ് ചെയ്തിട്ടൊരു കാര്യമില്ല. ആ കാശ് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസിന് പോവുക. ഇവിടുത്തെ ക്യാമ്പ് പോലെ എങ്ങനെയാണോ നന്നായി പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ ഇതിന് വേറൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഏജൻറ്റുമാർ പെടാതിരിക്കുക, അത് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യത്തെ കാശ് കളഞ്ഞിട്ട് അത് കരിയർ ഇല്ലാണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം എല്ലാവരും. താങ്ക് യു വെരി മച്ച്.